റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പതാലിൻ തമ്പി എഴുതിയ ഡിറ്റക്റ്റീവ് നോവലായ വൈൽഡ് സൺ. കേൾക്കാം, ആസ്വദിക്കാം. ആലുമോട് ഗ്രാമം ഉണർന്നത് അസ്വസ്ഥതയോടെയാണ്. മൂടൽമഞ്ഞ് ഉരുകിത്തീരുന്നതിന് മുമ്പ് ഗ്രാമീണർ ജംഗ്ഷനിലെത്തി. രണ്ടും മൂന്നും പേർ ചേർന്ന് അടക്കം പറയാൻ തുടങ്ങി. പെട്ടെന്ന് ചായക്കടയിൽ നിന്നും ചായ ഗ്ലാസുമായി ഒരാൾ പുറത്തേക്കിറങ്ങി. ഇവിടെ ഒരുത്തനില്ലേടാ? ഒരു പെണ്ണിനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കാൻ ഇവിടെ ആണുങ്ങളില്ലേടാ? അയാൾ ആരോടുന്നില്ലാതെ ചോദിച്ചു. പിന്നെ ഗ്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്ന ചായ മുറ്റത്തേക്ക് കളഞ്ഞ് കാർക്കിച്ചു തുപ്പി. കുഞ്ഞോമാച്ചൻ ആരോടാ ദേഷ്യപ്പെടുന്നത്? ചായക്കടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ മറ്റൊരാൾ ചോദിച്ചു. ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട്, അല്ലെങ്കിൽ നിന്നെ പോലുള്ള ചെറുപ്പക്കാരോട്. ഈ നാട്ടിൽ ആണുങ്ങളുണ്ടെങ്കിൽ ഒരു പെങ്കുച്ചിനെ കാണാതാവില്ലടാ. കുഞ്ഞോമാച്ചനും ആണല്ലേ? അതേടാ, നരച്ച് പല്ല് കഴിഞ്ഞ സിംഹം. എനിക്ക് ആരോഗ്യമുള്ള സമയത്തായിരുന്നുവെങ്കിൽ അവനെ ഞാൻ വെട്ടി നുറുക്കി കൊക്കയിലെറിയുമായിരുന്നു. ആരെ? ഫ്രാൻസിസ് മുതലാളിയെ. അയാൾ എന്ത് പഴിച്ചു? പെൺകുട്ടികളെ മാനം മര്യാദയ്ക്ക് വളർത്തണം. നീ പോടാ ചെറുക്ക. വർക്കിയുടെ മകൾ ഷൈബിയെ എനിക്കറിയാമടാ, തങ്കം പിടിച്ച പെണ്ണ്. കുഞ്ഞോമാച്ചൻ അതും ഇതും പറഞ്ഞ് മുതലാളിയുടെ ശത്രുത സമ്പാദിക്കരുത്. ഫൂ! കുഞ്ഞാമാച്ചൻ ആഞ്ഞു തുപ്പി. എന്നിട്ട് അതേ ശബ്ദത്തിൽ പറഞ്ഞു. ഇവിടെ കുറെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവന്മാരെന്തിയെ? മുതലാളിയുടെ കാലിൽ നോക്കുന്ന പരീക്ഷകൾ. കുഞ്ഞോമാച്ചൻ ഭൂമി ചവിട്ടി കുലുക്കി കിഴക്കോട്ട് നടന്നു. അയാൾ പറഞ്ഞത് കേട്ടില്ലേ? രാഷ്ട്രീയക്കാരെല്ലാം മുതലാളിയുടെ കാലിൽ നിൽക്കുന്നവരാണെന്ന്. അപ്പൊ സ്ഥലത്തെത്തിയ ചോട്ടാ നേതാവ് അമർഷത്തോടെ സഹപ്രവർത്തകനോട് പറഞ്ഞു. അയാളെ വിടാൻ പാടില്ല. ചോട്ടാ നേതാവ് കൈയടിച്ച് കുഞ്ഞമ്മാച്ചനെ വിളിച്ചു. താൻ അവിടെ നില്ല്. ചൂണ്ടുവരെ ചലിപ്പിച്ച് പറഞ്ഞിട്ട് നേതാവും അനുയായിയും കുഞ്ഞാമാച്ചന്റെ അടുത്തേക്ക് ചെന്നു. കുഞ്ഞാമാച്ചൻ അവരെ പരുഷമായി നോക്കി. എന്താ? താൻ ആരെയാണ് കാല് നക്കികൾ എന്ന് വിളിച്ചത്? എന്താ? ഫ! ചോട്ടാ നേതാവിന്റെ വലത് കൈ കുഞ്ഞാമാച്ചന്റെ മുഖം ലക്ഷ്യമാക്കി ഉയർന്നു. കുഞ്ഞാമാച്ചൻ പെട്ടെന്ന് പിന്നോട്ട് മാറി. ആഹാ, താൻ അഭ്യാസിയാണല്ലേ? രവീന്ദ്ര, എന്നെ തല്ലരുത്, കുഞ്ഞാമാച്ചൻ ദയനീയമായ സ്വരത്തിൽ പറഞ്ഞു. അയാളുടെ വാക്കു കേൾക്കുവാൻ രവീന്ദ്രൻ എന്ന ചോട്ടാ നേതാവിന്റെ ദുരഭിമാനം സമ്മതിച്ചില്ല. അവൻ കുഞ്ഞാമാച്ചന്റെ മുഖത്ത് ശക്തിയായി ഒരടി കൊടുത്തു. കുഞ്ഞാമാച്ചൻ തെന്നിമാറി. അപ്പോഴേക്കും രവീന്ദ്രന്റെ ശൗര്യം വർദ്ധിച്ചു. അവൻ കാലുയർത്തി കുഞ്ഞാമാച്ചന്റെ അടിവയറ്റിൽ ഒരു തൊഴി കൊടുത്തു. 2 പ്രാവശ്യം തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ട കുഞ്ഞാമാച്ചന് മൂന്നാമത് ആലോചിക്കാനുണ്ടായിരുന്നില്ല. രവീന്ദ്രന്റെ കാൽപ്പത്തിയിൽ ബലമായി 2 കൈകളും ചേർത്ത് പിടിച്ച് അല്പം മുന്നോട്ട് വലിച്ചിട്ട് ശക്തിയായി പിന്നോട്ടൊരു തള്ളു കൊടുത്തു. ചൂട് തെറ്റിപ്പോയ രവീന്ദ്രൻ എടുത്തെറിഞ്ഞ തവളയെ പോലെ മലർന്നടിച്ചു വീണു. ആലുമൂട് ജംഗ്ഷനിൽ കൂടി നിന്നവർ അവരുടെ അടുത്തേക്ക് വന്നു. വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുകയായിരുന്ന ഒറ്റക്കാല മാർട്ടിൻ ക്രച്ചസ് എടുത്ത് കക്ഷത്തിൽ ഇടുക്കിക്കൊണ്ട് വേഗം രവീന്ദ്രന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. ചുറ്റും കൂടി നിൽക്കുന്നവരെ ശകാരിച്ചുകൊണ്ട് മാർട്ടിൻ കുനിഞ്ഞ് രവീന്ദ്രനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മാറ്, എനിക്കൊരു പട്ടിയുടെ സഹായം വേണ്ടടാ. രവീന്ദ്രൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് അലറി. ഞാൻ പട്ടിയല്ലല്ലോ, ഒരു കാലില്ലെന്നല്ലേ ഉള്ളൂ. താൻ എഴുന്നേക്ക്. മാർട്ടിൻ അവനെ എഴുന്നേൽപ്പിക്കാനായി കുനിഞ്ഞു. അടുത്ത നിമിഷം രവീന്ദ്രന്റെ തൊടിയേറ്റ് മാർട്ടിൻ മലർന്നടിച്ചു വീണു. നീ എന്തിനാടാ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോയത്? മാർട്ടിനെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഒരാൾ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ കാണിച്ചത് മനുഷ്യ സ്നേഹം മാത്രമാണ്. ഒറ്റക്കാലിനായി എനിക്ക് എല്ലാവരും വേണം. ഇപ്പൊ കിട്ടിയില്ലേ? സാരമില്ല, രാഷ്ട്രീയം നോക്കി ഒരാളെ രക്ഷിക്കാൻ നോക്കുന്നത് ശരിയല്ലല്ലോ. എടാ, രവീന്ദ്രൻ അത് കിട്ടണം. അവൻ എന്തിനാണ് പാവം പിടിച്ച കുഞ്ഞമ്മച്ചനെ തല്ലാൻ ശ്രമിച്ചത്? നീ വാ, നമുക്ക് പോകാം. ഇവിടെ നിന്ന പുലിവാല. അയാൾ മാർട്ടിനെയും കൊണ്ട് വെയിറ്റിംഗ് ഷെഡിലെത്തി. അപ്പോഴേക്കും രവീന്ദ്രന്റെ അനുയായികൾ ആലുമൂട് ജംഗ്ഷനിൽ പാഞ്ഞെത്തി. ഒരു സംഘടനത്തിനുള്ള ആരംഭം കുറിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചായക്കടയുടെ ഉടമ കടയിലുള്ളവരെ പുറത്താക്കിയിട്ട് കട അടച്ചു. റോഡിൽ വെല്ലുവിളികൾ ഉയർന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടിമരങ്ങൾ വെല്ലുവിളികൾ കേട്ടു. പല ഭാഗത്തായി അണികൾ നിരന്നു. വെല്ലുവിളികൾ തെറിവിളിയിലേക്ക് വഴുതി വീണു. രംഗം വഷളാകുന്നു കണ്ടുകൊണ്ട് രവീന്ദ്രൻ സാവധാനം പിൻവലിഞ്ഞു. അവൻ നേരെ പോയത് തന്റെ ബന്ധുവിന്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ ടെലിഫോൺ ഉണ്ട്. അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഡയൽ ചെയ്തു. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഒതുങ്ങി നിന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കൂട്ടം തല്ലുന്ന ആളുകളുടെ മധ്യത്തിലാണ് പോലീസ് ജീപ്പ് ബ്രേക്ക് ചെയ്തത്. പലരും ഓടി രക്ഷപ്പെട്ടു.
കയ്യിൽ കിട്ടിയവരെയെല്ലാം സബ് ഇൻസ്പെക്ടർ പ്രഭാകരനും പാർട്ടിയും ചേർന്ന് കസ്റ്റഡിയിലെടുത്തു. സമാധാനകാംക്ഷിയും ഒറ്റക്കാലനുമായ മാർട്ടിനും പോലീസ് പിടിയിലായി. ജീപ്പിനുള്ളിലിട്ടിട്ട് കയ്യിൽ കിട്ടിയവരെ എല്ലാം പൊതിരെ തല്ലിയിട്ട് സ്റ്റേഷനിലേക്ക് അവർ തിരിച്ചു. ഇടയ്ക്ക് വെച്ച് രവീന്ദ്രൻ ജീപ്പിന് കൈ കാണിച്ചു. ജീപ്പ് നിർത്തി. രവീന്ദ്രൻ ജീപ്പിന്റെ പിൻവശത്ത് എത്തി ഉള്ളിലിരിക്കുന്നവരെ നോക്കിയിട്ട് തന്റെ അണികളിൽപ്പെട്ടവരെയും മാർട്ടിനെയും പുറത്തിറക്കി. ഇവന്മാരെ വെറുതെ വിടരുത്. രവീന്ദ്രൻ എസ്ഐക്ക് നിർദ്ദേശം നൽകി. ജീപ്പ് മുമ്പോട്ട് കുതിച്ചു. രവീന്ദ്രന്റെ അണികൾ ജീപ്പിലിരിക്കുന്നവർക്ക് കൈവീശി യാത്രാമംഗളം നേർന്നു. ജീപ്പ് കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ മാർട്ടിൻ നിസ്സഹായനായി രവീന്ദ്രനെ നോക്കി. എന്താടാ? പുഞ്ചിരിച്ചുകൊണ്ട് രവീന്ദ്രൻ ചോദിച്ചു. നീ കാണിച്ചത് മോശമായി പോയി. എന്തു മോശം? വഴക്കിന് ആരംഭം കുറിച്ചത് നീയാണ്. അതിന് നിരപരാധികളാണ് ക്രൂശിക്കപ്പെടുന്നത്. അവന്മാരെല്ലാം ഇവിടുത്തെ ചട്ടമ്പികളല്ലേ? നിന്നെ ഉപദ്രവിച്ച കുഞ്ഞാമച്ചൻ ജീപ്പിലില്ലല്ലോ. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ആ പരട്ട് കിഴവന് രക്ഷപ്പെടില്ല. ഇതാണോ രവീന്ദ്ര രാഷ്ട്രീയം? തലക്കനത്തോടെ രവീന്ദ്രനും മണികളും ആലുമൂട് ജംഗ്ഷനിലേക്ക് പോയി. അന്ന് സന്ധ്യയ്ക്ക് പോലീസ് ജീപ്പ് വീണ്ടും ജംഗ്ഷനിലെത്തി. അവിടെ നിന്നവരെ എല്ലാം പോലീസ് തല്ലി ഓടിച്ചു. കടകളെല്ലാം അടഞ്ഞു. ആലുമൂട് ജംഗ്ഷൻ വിജനമായി. രാത്രി 11 മണിയായപ്പോ സബ് ഇൻസ്പെക്ടർ പ്രഭാകരന്റെ മേശപ്പുറത്തിന് ടെലിഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. അദ്ദേഹം റിസീവർ എടുത്തു. പോലീസ് സ്റ്റേഷൻ, സബ് ഇൻസ്പെക്ടർ പ്രഭാകരൻ ഹോൾഡിംഗ്. ഹലോ, ഫ്രാൻസിസ് മുതലാളിയാണ് സംസാരിക്കുന്നത്. എന്താ മുതലാളി? എന്റെ ബംഗ്ലാവിന് ചുറ്റും അക്രമികൾ പതിയിരിക്കുന്നു. പ്ലീസ് എന്നെ രക്ഷിക്കണം. ടെലിഫോൺ ബന്ധം നിലച്ചു. സബ് ഇൻസ്പെക്ടർ 4-5 പോലീസുകാരോടൊപ്പം ജീപ്പിൽ കയറി. ഫ്രാൻസിസ് മുതലാളിയുടെ ബംഗ്ലാവ് ലക്ഷ്യമാക്കി കുതിച്ചു. ആലമൂട് ജംഗ്ഷൻ അടുത്ത് വെച്ച് റോഡിൽ വിദഗ്ധമായി നിർമ്മിച്ചിരുന്ന വിള്ളലിലേക്ക് ജീപ്പ് മൂക്കുകുത്തി വീണു. ജീപ്പ് വിള്ളലിലേക്ക് മൂക്കുകുത്തി വീണയുടൻ തന്നെ സൈഡിലിരുന്ന സബ് ഇൻസ്പെക്ടർ പ്രഭാകരൻ ബാലൻസ് തെറ്റി താഴെ വീണു. ഇരുളിൽ നിന്ന് ജീപ്പിനടുത്ത് പാഞ്ഞെത്തിയ മനുഷ്യൻ സബ് ഇൻസ്പെക്ടർ പ്രഭാകരന്റെ പാൻസിന്റെ ഇടതുവശത്ത് തൂക്കിയിരുന്ന റിവോൾവർ വലിച്ചെടുത്തുകൊണ്ട് മിന്നൽ വേഗത്തിൽ ഇരുളിൽ മറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് സബ് ഇൻസ്പെക്ടർക്കും പാർട്ടിക്കും മനസ്സിലാക്കാൻ 4-5 നിമിഷങ്ങൾ വേണ്ടി വന്നു. പെട്ടെന്ന് ജീപ്പിൽ നിന്നും ഇറങ്ങി അവർ ഒരു ആക്രമണത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പോടെ നിന്നു. കുറച്ചു കഴിഞ്ഞിട്ടും ആക്രമണമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ഇരുളിലൂടെ അവർ കുറച്ചു ദൂരം പിന്നിട്ട് ഒരു വീട്ടിൽ കയറി. ആയുധം നഷ്ടപ്പെട്ടെങ്കിലും അപകടം സംഭവിക്കാതെ രക്ഷപ്പെട്ടതിൽ അവർക്ക് ചാരിതാർത്ഥ്യം തോന്നി. ഇനി പോലീസ് സ്റ്റേഷനിൽ എത്താൻ എന്താണ് മാർഗമെന്ന് സബ് ഇൻസ്പെക്ടർ വീട്ടുടമയോട് ചോദിച്ചു. 4-5 വീടിനപ്പുറത്തുള്ള ഒരു വീട്ടിൽ ഫോൺ ഉണ്ടെന്ന് വീട്ടുടമ പറഞ്ഞു. ഫോണിലൂടെ സർക്കിൾ ഇൻസ്പെക്ടർ നരേന്ദ്രനുമായി സബ് ഇൻസ്പെക്ടർ ബന്ധപ്പെട്ടു. സർക്കിൾ ഇൻസ്പെക്ടർ ഉടൻ തന്നെ എസ്റ്റേറ്റിൽ പാഞ്ഞെത്തി. അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് എത്തിയ ജീപ്പ് കണ്ടുകൊണ്ട് ഗേറ്റ് തുറക്കാതെ വാച്ചർ കമ്പിയഴികൾക്കിടയിൽ കൂടി പുറത്തേക്ക് മുഖം കാണിച്ചു. എന്താണ് സർ? ഫ്രാൻസിസ് മുതലാളി ഇവിടെ ഉണ്ടോ? ഇല്ല. എവിടെ പോയി? അറിഞ്ഞുകൂടാ. ബംഗ്ലാവിൽ ആരുണ്ട്? കൊച്ചമ്മയും കൊച്ചുമുണ്ട്. ഗേറ്റ് തുറക്കൂ, ഞങ്ങൾക്ക് അവരുമായി സംസാരിക്കണം. 1 മിനിറ്റ്. വാച്ചർ ഇന്റർകോമിന്റെ ബട്ടൺ അമർത്തിയിട്ട് 1 മിനിറ്റ് കാത്തിരുന്നു. എന്താ വാച്ചറെ? ഫ്രാൻസിസ് മുതലാളിയുടെ ഭാര്യയുടെ ശബ്ദം വാച്ചറുടെ കാതിൽ പതിഞ്ഞു. കൊച്ചമ്മ, കുറച്ച് പോലീസുകാർ വന്നിട്ടുണ്ട്. എന്തിന്? അറിഞ്ഞുകൂടാ. മുതലാളിയെ അന്വേഷിച്ച് വന്നതാണ്. ഇവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോ കൊച്ചമ്മയെ കാണണമെന്ന്. അവർ പോലീസുകാർ തന്നെയാണോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. കാര്യം എന്താണെന്ന് അന്വേഷിക്കൂ. റിസീവർ താഴെ വെച്ചിട്ട് വാച്ചർ ക്യാബിന് പുറത്തേക്ക് തല നീട്ടി. എന്താടോ? സർക്കിൾ ഇൻസ്പെക്ടർ ചോദിച്ചു. കാര്യം എന്താണെന്ന് പറയാൻ ആവശ്യപ്പെടുന്നു. താൻ റിസീവർ എങ്ങ് തരൂ. വാച്ചർ ഇന്റർകോമിന്റെ റിസീവർ ഗേറ്റിന്റെ കമ്പിക്കുള്ളിൽ കൂടി പുറത്തേക്ക് നീട്ടി. സർക്കിൾ ഇൻസ്പെക്ടർ നരേന്ദ്രൻ റിസീവർ വാങ്ങി. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഘനഗംഭീരമായ ശബ്ദത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ചോദിച്ചു. ഫ്രാൻസിസ് മുതലാളിയുടെ മിസ്സിസ് ആണ്. മാഡം, ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ നരേന്ദ്രനാണ്. ഈ പാതിരാത്രി കഴിഞ്ഞ സമയത്ത് ഇവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തിരുന്നുവോ? ഇല്ല. മുതലാളി എവിടെ? അദ്ദേഹം സ്ഥലത്തില്ല. എന്താണ് സർ വിശേഷം? നിങ്ങളുടെ ബംഗ്ലാവിന്റെ പരിസരത്ത് ആക്രമികൾ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു ഫോൺ സന്ദേശം 11 മണിയോടെ സ്റ്റേഷനിൽ കിട്ടി. ഉടൻ തന്നെ ഇങ്ങോട്ട് തിരിച്ചു. സബ് ഇൻസ്പെക്ടറെയും പാർട്ടിയെയും ആരോ ആക്രമിച്ചു. ആരോ കബളിപ്പിച്ചതായിരിക്കും. ഞാനും മക്കളും മാത്രമേ ഇവിടെയുള്ളൂ. ഓക്കെ ഓക്കെ. സർക്കിൾ ഇൻസ്പെക്ടർ റിസീവർ വാച്ചറുടെ കയ്യിൽ കൊടുത്തിട്ട് സബ് ഇൻസ്പെക്ടറോട് പറഞ്ഞു. അവർ ഭയപ്പെട്ടാണ് നമ്മളെ അകത്തേക്ക് കടത്തിവിടാൻ വാച്ചറോട് പറയാതിരിക്കുന്നത്. ശരിയാണ് സർ.
വാച്ചർ തുടർന്നു. പോലീസിന്റെ വേഷം ധരിച്ചുകൊണ്ട് മോഷണം നടത്തുന്നവരുണ്ടല്ലോ. മുതലാളി സ്ഥലത്തില്ലാത്ത ദിവസം ഒരു കാരണവശാലും 8 മണി കഴിഞ്ഞ ആരെയും അകത്തേക്ക് കടത്തി വിടരുന്നതാണ് ഓർഡർ. വാച്ചർ പറഞ്ഞു. ശരി, നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ജീപ്പിൽ കയറിയിരുന്നു. ജീപ്പ് ഇറക്കമിറങ്ങി അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പോൾ ഇരുളിൽ ഒളിച്ചു നിന്ന ഒരാൾ ഗേറ്റിലെത്തി പതിഞ്ഞ ശബ്ദത്തിൽ വാച്ചറെ വിളിച്ചു. ആരാ? ഗേറ്റിന്റെ കൽത്തൂണിന് മുകളിൽ കത്തി നിൽക്കുന്ന ലൈറ്റിന്റെ പ്രകാശത്തിൽ ഒരു രൂപം നിൽക്കുന്നത് വാച്ചർ കണ്ടു. മഞ്ഞ് പെയ്യുന്നതിന് പുറമെ ബൾബിനെ പൊതിഞ്ഞിരിക്കുന്ന ഐക്രാളിൻ കവചത്തിന് പുറത്തേക്ക് നിർഗളിക്കുന്ന മങ്ങിയ പ്രകാശത്തിൽ പുറത്തു നിൽക്കുന്ന മനുഷ്യനെ വ്യക്തമായി കാണാൻ വാച്ചർക്ക് കഴിഞ്ഞില്ല. ഞാനാണ് കുട്ടപ്പൻ. പുറത്തു നിന്നിരുന്ന മനുഷ്യൻ ഗേറ്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. വാച്ചർ ക്യാബിനിൽ നിന്ന് ഇറങ്ങി അയാളെ സൂക്ഷിച്ചു നോക്കി. കുറ്റിത്താടിയും ചുരുണ്ട മുടിയുമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഷർട്ടും പാൻസുമാണ് വേഷം. തലയിൽ വെച്ചിരുന്ന തൊപ്പി കക്ഷത്തിടുക്കിക്കൊണ്ട് അയാൾ തുടർന്നു. ഞാൻ എസ്റ്റേറ്റിലെ സൂപ്പർവൈസറാണ്. പേര് കുട്ടപ്പൻ. ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ എവിടെ? നിങ്ങള് ഗേറ്റ് തുറക്കാതിരുന്നത് വളരെ നല്ലതായി പോയി. അവർ പോലീസുകാരായിരുന്നില്ല. ആര് പറഞ്ഞു? ഞാൻ അവരെ പിന്തുടരുകയായിരുന്നു. ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാത്തത് കൊണ്ട് നിശബ്ദമായി അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. അവർ ആരായിരുന്നു? കള്ളന്മാർ. നമ്മുടെ എസ്റ്റേറ്റിന്റെ ബോർഡറിൽ വെച്ചാണ് ഒരു ജീപ്പിൽ ഇരുന്നു കൊണ്ടവർ യൂണിഫോം ധരിച്ചത്. താൻ എവിടെ പോയിട്ട് വരിക? ഞാൻ സിനിമ കഴിഞ്ഞ് വരുമ്പോഴാണ് അവരെ കണ്ടത്. ദൈവമേ! വാച്ചർ നെഞ്ചത്തടിച്ചു. നിങ്ങൾ മുതലാളിയോട് പറഞ്ഞ് ഒരു കൈത്തോക്ക് കൈവശം വെച്ചു കൊള്ളണം. ഈ കാലത്ത് മുളവടി പട്ടിയെ തല്ലുവാൻ പോലും കൊള്ളുകയില്ല. കഴിഞ്ഞ പ്രാവശ്യം മോഷണം നടന്നു കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ പറയുന്നു, അവർ തോക്കിന് പകരം ഇന്റർകോം ആണ് വാങ്ങിത്തന്നത്. ചിലപ്പോ ഇന്റർകോമിൽ കൂടി സംസാരിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. ശരിയാണ്, ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അത് പിന്നെ പറയാനുണ്ടോ? മുതലാളിയുടെ സ്വകാര്യ വീട് എവിടെയാണ്? ഞാൻ ഇപ്പൊ തന്നെ വിവരം പറയാം. രണ്ടാമത്തെ എസ്റ്റേറ്റിന്റെ കിഴക്കേ മൂലയ്ക്കുള്ള കെട്ടിടമാണ്. എന്നാ മുതലാളി സ്ഥലത്തില്ല. തന്നെയുമല്ല, രാത്രിയിൽ നിങ്ങൾ കയറി ചെല്ലുന്നത് മോശമാണ്. സാരമില്ല, ആപത്ത് സമയത്ത് ഔചിത്യം നോക്കാൻ പറ്റില്ല. എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഇപ്പൊ വന്ന പോലീസുകാർ കൊള്ളസംഘം ആയിരിക്കുകയില്ല. പിണങ്ങിപ്പോയ ഫ്രഞ്ചിയുടെ ആൾക്കാരായിരിക്കും. ഇപ്പൊ തന്നെ കെണിയൊരുക്കിയില്ലെങ്കിൽ നാളെ അവർ രക്ഷപ്പെടും. അത് പാടില്ല. പക്ഷെ മുതലാളി സ്ഥലത്തില്ലല്ലോ. ഞാൻ കൊച്ചമ്മയോട് വിളിച്ചു പറയാം. വേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെണ്ണുങ്ങളോടും കുഞ്ഞുങ്ങളോടും പറയരുത്. നാളെ രാവിലെ ഞാൻ തന്നെ ഇവിടെ വന്ന് പറഞ്ഞോളാം. അയാൾ ഹാറ്റ് തലയിൽ വെച്ചിട്ട് അതിവേഗം ഇരുളിൽ മറഞ്ഞു. താൻ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട കാര്യം ഓർത്തുകൊണ്ട് വാച്ചർ കമ്പിളി മൂടി പുതച്ച് ക്യാബിനുള്ളിൽ ചുരുണ്ടുകൂടിയിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഫ്രാൻസിസ് മുതലാളിയുടെ സ്വകാര്യ വസതി സ്ഥിതി ചെയ്യുന്ന എസ്റ്റേറ്റിലെത്തി. വളരെ സമയം ഇരുട്ടിൽ നിന്നുകൊണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് റബ്ബർ മരങ്ങൾക്കിടയിൽ പണി തീർത്തിരിക്കുന്ന ആ കെട്ടിടം അയാൾക്ക് കാണാൻ കഴിഞ്ഞത്. ശബ്ദമുണ്ടാക്കാതെ അയാൾ നടന്ന് വീടിന്റെ മുൻവശത്ത് എത്തിയതിനു ശേഷം ഒരു മരത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ശ്രദ്ധിച്ചു. ഒരു ഇല പോലും ചലിക്കുന്നില്ല. കനത്ത നിശബ്ദത മാത്രം. അന്ധകാരത്തിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന ആ കെട്ടിടത്തിനുള്ളിൽ ഒരു മനുഷ്യജീവി പോലും ഇല്ലെന്ന് അയാൾക്ക് തോന്നി. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഒരു പ്രകാശം മിന്നി മറയുന്നത് അയാൾ കണ്ടു. അടുത്ത നിമിഷം വീണ്ടും പ്രകാശം മിന്നി. ഈ പ്രാവശ്യം പ്രകാശം പെട്ടെന്ന് അണഞ്ഞു പോയില്ല. 4-5 സെക്കൻഡ് കഴിഞ്ഞ് പ്രകാശം അണഞ്ഞപ്പോ പകരം ചുവന്ന ഒരു തീയുണ്ട മിന്നുകയും പൊലുകയും ചെയ്യുന്നത് കണ്ടു. ആരോ തീപ്പെട്ടി ഉരച്ച് പുകവലിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. വീടിന്റെ സിറ്റ് ഔട്ടിൽ ആരോ ഉറക്കമൊഴിച്ച് കാത്തിരിപ്പുണ്ട്. വാച്ചറായിരിക്കുമോ? റബ്ബർ ഷീറ്റും മറ്റും ഈ കെട്ടിടത്തിനുള്ളിലായിരിക്കുമോ സൂക്ഷിക്കുന്നത്? ആലോചിച്ച് നോക്കിയപ്പോ ഷീറ്റ് ഈ വീട്ടിൽ സൂക്ഷിക്കാനുള്ള സാധ്യതയില്ലെന്ന് അയാൾക്ക് തോന്നി. മുതലാളിയുടെ സ്വകാര്യ വീട്ടിൽ റബ്ബർ ഷീറ്റ് സൂക്ഷിക്കുന്നത് എങ്ങനെ? ഷീറ്റുകൾ സൂക്ഷിക്കുന്ന സ്റ്റോറിന് ചുറ്റും വൈദ്യുതി വിളക്കുകൾ ഉണ്ടായിരിക്കും. കള്ളന്മാരുടെ ശല്യം വർദ്ധിച്ചിരിക്കുന്നതിനാൽ രാത്രിയിൽ ഒന്നിലധികം പാറാവുകാരും ഉണ്ടായിരിക്കാൻ ഇടയുണ്ട്. അയാൾ പെട്ടെന്ന് കരിയിലകൾ വീണ് മെത്ത പോലെ കിടക്കുന്ന തറയിൽ കമിഴ്ന്നു കിടന്ന് ഇഴയാൻ തുടങ്ങി. വീടിന്റെ പിൻഭാഗത്ത് എത്തിയിട്ട് എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ നടന്ന് അയാൾ മുൻവശത്തെത്തി. ശ്വാസം പിടിച്ചുകൊണ്ട് മൂടി പുതച്ചിരുന്ന് പുകവലിക്കുന്ന മനുഷ്യനെ നോക്കി. തന്റെ പിന്നിൽ അജ്ഞാതനായ ഒരാൾ നിൽക്കുന്ന വിവരം അറിയാതെ വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റിന്റെ കുറ്റി മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അയാൾ കമ്പിളി വലിച്ച് തല മൂടാൻ തുടങ്ങുമ്പോ ചെറുപ്പക്കാരൻ ഒറ്റ കുതിപ്പിന് ചാടി വീണു. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ അയാളെ പിടിച്ചുയർത്തി ബലമായി വായ മൂടി പിടിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ബഹളമുണ്ടാക്കരുത്. ഈ വീട് ഞങ്ങൾ വളഞ്ഞിരിക്കുകയാണ്. അയാൾ ബലം പ്രയോഗിക്കാൻ ഭാവിച്ചപ്പോൾ ചെറുപ്പക്കാരൻ റിവോൾവർ എടുത്ത് കാണിച്ചുകൊണ്ട് തുടർന്നു, അനുസരിക്കുന്നതാണ് നല്ലത്.
തണുത്തു വിറച്ചിരുന്ന കാവൽക്കാരൻ വിയർത്തു കുളിച്ചു. അയാളുടെ സപ്തനാടികളും തളർന്നുപോയി. എന്നെ കൊല്ലരുത്, അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. ചെറുപ്പക്കാരൻ അവനെ തറപ്പിച്ചു നോക്കിയിട്ട് വലിച്ചഴിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. 50 വാര ദൂരെ എത്തിയപ്പോൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, ഫ്രാൻസിസ് മുതലാളി എവിടെ? എനിക്ക് അറിഞ്ഞുകൂടാ. പറഞ്ഞു തീർന്നതും ചെറുപ്പക്കാരന്റെ ഇടതുകാരം ഊക്കോടെ അയാളുടെ മുഖത്ത് പതിച്ചു. സത്യം പറയടാ, അല്ലെങ്കിൽ ഒരു വെടിയുണ്ട നിന്റെ ശ്വാസനാളത്തിൽ കൂടി ഇപ്പൊ തുളച്ചു കയറും. ഞാൻ ഞാൻ പറഞ്ഞത് സത്യമാണ്. മുതലാളിക്ക് വേണ്ടി മരിക്കാൻ നീ തയ്യാറാണ് അല്ലേ? ഒടുവിൽ മുതലാളി രക്ഷപ്പെടുകയും നീ മരിക്കുകയും ചെയ്യും. സത്യം പറഞ്ഞാ നിനക്ക് മരിക്കേണ്ടി വരികയില്ല. എന്തു പറയുന്നു? ഞാൻ വാച്ചറാണ്. ആൾ താമസമില്ലാത്ത വീടിന് വാച്ചറുടെ ആവശ്യമുണ്ടോ? മുതലാളി പറഞ്ഞ കാവലിരിക്കണ്ടേ? വേണം. ഈ വീട്ടിൽ ഉറക്കമൊഴിച്ചിരിക്കേണ്ട ആവശ്യമില്ല. മുതലാളി എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനിയും നിന്നെ ഞാൻ സംസാരിക്കാൻ അനുവദിക്കുകയില്ല. നിങ്ങൾ ആരാണ്? മറുപടി പറയാതെ റിവോൾവറിന്റെ ബാരൽ അയാളുടെ കഴുത്തിൽ ശക്തിയായി അമർത്തിയിട്ട് ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇനിയും കാലപുരിയിൽ വെച്ച് മുതലാളിയെ കണ്ടാ മതി. അയ്യോ, എന്നെ കൊല്ലരുതേ. എനിക്ക് പറയടാ വിറ്റി, ഫ്രാൻസിസ് മുതലാളി എവിടെയാണ്? ഈ വീട്ടിലുണ്ട്. സത്യം പറഞ്ഞതുകൊണ്ട് നിന്നെ കൊല്ലുന്നില്ല. ചെറുപ്പക്കാരൻ അയാളുടെ കൈകൾ റബ്ബർ മരത്തിനിടയിലാക്കി പിന്നോട്ട് പിടിച്ചു കെട്ടിയതിനു ശേഷം കരിയിലകൾ വാരി ചുരുട്ടി വായിൽ തള്ളി കയറ്റി വെച്ചിട്ട് വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറി ചെന്നു. ഒരു നിമിഷം ആലോചിച്ചു നിന്നിട്ട് അവൻ വാതിലിൽ സാവധാനം മുട്ടി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കതക് അല്പം തുറന്നു. അതേ നിമിഷം തന്നെ സർവശക്തിയും എടുത്ത് കതക് തൊഴിച്ചു തുറന്നിട്ട് അജ്ഞാതൻ മുറിക്കുള്ളിലേക്ക് മിന്നൽ പിണ പോലെ പാഞ്ഞു കയറി. അവന്റെ തൊഴിയുടെ ശക്തി കൊണ്ട് കതക് തുറന്നു പിടിച്ച ഫ്രാൻസിസ് മുതലാളി തെറിച്ച് തറയിൽ വീണു കഴിഞ്ഞിരുന്നു. മുറിക്കുള്ളിൽ കയറി അവൻ കതകടച്ച് കുറ്റിയിട്ടതിനു ശേഷം വെട്ടിത്തിരിഞ്ഞു. ആദ്യം അവന്റെ ദൃഷ്ടിയിൽ പതിച്ചത് മേശപ്പുറത്തിരിക്കുന്ന റിവോൾവറിലായിരുന്നു. റിവോൾവർ കയ്യിലെടുത്തുകൊണ്ട് ഫ്രാൻസിസ് മുതലാളിയെ നേരിടാൻ ഒരുങ്ങുമ്പോഴാണ് കത്തി നിൽക്കുന്ന മെഴുകുതിരിയുടെ അരണ്ട പ്രഭയിൽ മറ്റൊരു കാഴ്ച അവൻ കണ്ടത്. പരിപൂർണ നഗ്നയായ ഒരു യുവതി തന്റെ നഗ്നത മറയ്ക്കാൻ ഇരു കൈകളും പര്യാപ്തമല്ലെന്ന് കണ്ട് കാൽമുട്ടുകൾ മടക്കി അല്പം കുനിഞ്ഞ് മാറിടം കാൽമുട്ടുകൊണ്ട് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇടയ്ക്ക് ഭയം നിറഞ്ഞ കണ്ണുകളോടെ നവാഗതനെ നോക്കി. ഷൈബി. യുവാവിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. മുറിക്കുള്ളിലേക്ക് കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു കയറിയ മനുഷ്യനെ കണ്ട് ഷൈബി വീണ്ടും ഞെട്ടി. നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ ഒന്നുകൂടി കുനിഞ്ഞുകൊണ്ട് ഇനി എന്നെ ഒന്നും ചെയ്യരുതേ എന്ന അർത്ഥത്തിൽ അവൾ അതിദയനീയമായി യുവാവിനെ നോക്കി. അവൻ അടുത്തു ചെന്ന് അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. അയ്യോ, ഇനി എന്നെ ഒന്നും ചെയ്യരുത്, അവൾ യാചിച്ചു. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല, പേടിക്കാതിരിക്കൂ. അവൻ അവളെ താങ്ങി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ തക്കം പാർത്തു കിടക്കുകയായിരുന്ന ഫ്രാൻസിസ് മുതലാളി സാവധാനം എഴുന്നേറ്റ് അവന്റെ പിന്നിലെത്തി ശക്തിയായ ഒരു തൊഴി കൊടുത്തു. തൊഴിയേറ്റ് ഷൈബിയുടെ പുറത്തേക്ക് മറിഞ്ഞു വീണു. അടുത്ത നിമിഷം ഫ്രാൻസിസ് മുതലാളി മുറിയിലുണ്ടായിരുന്ന മദ്യത്തിന്റെ കാലിക്കുപ്പി എടുത്ത് അവന്റെ നേർക്ക് വലിച്ചെറിഞ്ഞു. യുവാവ് മിന്നൽ വേഗത്തിൽ ഉരുണ്ടു മാറിയിട്ട് ഒരു അഭ്യാസിയെ പോലെ ചാടി എണീറ്റു. വീഴ്ചയിൽ അവന്റെ പക്കലുണ്ടായിരുന്ന 2 റിവോൾവറുകളും തിരിച്ചു പോയിരുന്നു. അരന്റെ വെളിച്ചത്തിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കുക പ്രയാസമായിരുന്നു. അവനൊരു വ്യാഘ്രത്തെ പോലെ ഫ്രാൻസിസ് മുതലാളിയുടെ നേർക്ക് പാഞ്ഞെടുത്തു. ജീവിതത്തിൽ ഒരിക്കലും തോൽവിയുടെ രുചി അറിഞ്ഞിട്ടില്ലാത്ത മുതലാളി പാഞ്ഞു വരുന്ന യുവാവിന്റെ വയറ്റിൽ ആഞ്ഞു തൊഴിച്ചു. തൊഴിയുടെ ശക്തിയിൽ ഒരു ഫുട്ബോൾ പോലെ അവൻ പിന്നോട്ട് തെറിച്ചുപോയി. ടീപ്പോയിൽ ഇരുന്ന ഗ്ലാസുകൾ രണ്ടും അയാൾ പെട്ടെന്നെടുത്തു. സർവ്വശക്തിയും എടുത്ത യുവാവിന്റെ നേർക്കെറിഞ്ഞു. ആവേശത്തോടെ എറിഞ്ഞതിനാൽ ഫ്രാൻസിസ് മുതലാളിക്ക് ഉന്നം തെറ്റി. ഗ്ലാസ് മൊസൈക്ക് തറയിൽ പതിച്ച് ഭയങ്കര ശബ്ദത്തോടെ ചിന്നി ചിതറി. എന്ത് വില കൊടുത്തും തന്റെ താവളത്തിൽ അതിക്രമിച്ചു കയറിയവനെ വകവരുത്തണമെന്ന് അയാൾ തീരുമാനിച്ചു. അടുത്ത ഗ്ലാസ് വലിച്ചെറിയാതെ അതുമായി മുന്നോട്ടെടുത്തു. അവന്റെ മുഖം ലക്ഷ്യമാക്കി ഗ്ലാസിന്റെ ചൂടുഭാഗം കൊണ്ട് അയാൾ സർവ്വശക്തിയും എടുത്ത് ഇടിച്ചു. അവൻ ഉരുണ്ടു മാറിയിട്ട് അയാളെ തൊഴിച്ചു വീഴ്ത്തിയിട്ട് ചാടി എണീറ്റു. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഫ്രാൻസിസ് മുതലാളിയും ചാടി എണീറ്റു. പ്രായം അയാളുടെ മനസ്സിനും ശരീരത്തിനും കാര്യമായ മാറ്റം വരുത്തിയിരുന്നില്ല. തിളയ്ക്കുന്ന യൗവനക്കാരന്റെ രക്തമായിരുന്നു അയാളുടെ സിരകളിലൂടെ ഒഴുകിയിരുന്നത്. ചാടി എഴുന്നേറ്റ മുതലാളിയെ യുവാവ് നിന്ന നിൽപ്പിൽ കുതിച്ചുയർന്ന് നെഞ്ചിൽ തൊഴിച്ചു വീഴ്ത്തി. ഫ്രാൻസിസ് മുതലാളി മലർന്നടിച്ചു വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ അയാളുടെ തല മരവിച്ചു പോയി. അയാളുടെ കിടപ്പ് കണ്ടിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കില്ലെന്ന് യുവാവിന് തോന്നി. അവൻ അയാളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിയിട്ട് നഷ്ടപ്പെട്ടുപോയ റിവോൾവറുകൾ രണ്ടും തപ്പിയെടുത്തു. ഒരെണ്ണം മുതലാളിയുടെ നെഞ്ചിന് നേർക്ക് നീട്ടിക്കൊണ്ടവൻ അലറി, എഴുന്നേൽക്കട നായേ, എന്നെ കൊല്ലരുത്, എഴുന്നേൽക്കാനാണ് പറഞ്ഞത്, യുവാവ് വീണ്ടും ഗർജിച്ചു. ഫ്രാൻസിസ് മുതലാളി ബന്ധപ്പെട്ട് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? പാതിരാത്രിയിൽ കയറി വന്ന ഞാൻ ആരാണെന്നോ?
പാതിരാ സൂര്യൻ. നിന്നെ പോലുള്ള ചെറ്റകളെ പിടികൂടണമെങ്കിൽ പാതിരാത്രിയിൽ തന്നെ കയറി വരണം. എന്നെ കൊല്ലരുത്. ഇല്ലടാ, നിന്നെ ഞാൻ കൊല്ലില്ല. കാല് മടക്കി അവൻ ഫ്രാൻസിസ് മുതലാളിയുടെ മുഖത്തടിച്ചു. കുറുവടി കൊണ്ട് അടിയേറ്റതുപോലെ ഫ്രാൻസിസ് മുതലാളിയുടെ മുഖത്തെ താടിയെല്ലുകൾ പൊടിഞ്ഞുപോയി. വേദന സഹിക്കാനാവാതെ അയാൾ മുഖം താങ്ങി പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യരുത്. എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ തരാം. നിന്റെ ലക്ഷങ്ങൾ ആർക്ക് വേണം നായേ? നീ ലക്ഷം മുടക്കിയ നഷ്ടപ്പെട്ടു പോയ ഈ കുട്ടിയുടെ അഭിമാനം തിരിച്ചു കിട്ടുമോ? നിന്റെ മകളുടെ പ്രായം ഈ കുരുന്നു പെണ്ണിനുണ്ടോടാ? ദേഷ്യം സഹിക്കവയ്യാതെ യുവാവ് വീണ്ടും അയാളുടെ മുഖത്ത് ചവിട്ടി. അയ്യോ, എന്നെ കൊല്ലരുതേ! കൈകൂപ്പിക്കൊണ്ട് ഫ്രാൻസിസ് മുതലാളി കരഞ്ഞു. അയാളുടെ നിലവിളി ചെവിക്കൊള്ളാതെ യുവാവ് തലങ്ങും വിലങ്ങും മർദ്ദിക്കാൻ തുടങ്ങി. മുതലാളിയുടെ ശബ്ദം നിലച്ചു. ഗുരുതരമായ മുറിവേറ്റ് രക്തമൊഴുകാൻ തുടങ്ങി. അയാൾ നിലത്ത് കിടന്ന് പിടഞ്ഞു. പിന്നെ നിശ്ചലമായി. അവൻ ഷൈബിയുടെ അടുത്തെത്തി. ചാരിതാർത്ഥ്യത്തോടെ അവൾ അവനെ നോക്കി. താൻ നഗ്നയാണെന്നുള്ള കാര്യം അവൾ ഒരു നിമിഷം മറന്നു. യുവാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ വേദന സഹിക്കവയ്യാതെ അടുത്ത നിമിഷം ഞരങ്ങി. അയ്യോ അമ്മേ, വരൂ, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. യുവാവ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. എനിക്ക് നടക്കാൻ വയ്യ, എന്നെ വലിക്കരുത്. യുവാവ് അവളെ എടുത്ത് തോളിൽ കിടത്തിയിട്ട് വാതിൽക്കിലെത്തി ഒരു നിമിഷം നിന്നു. അല്പസമയം പുറത്തേക്ക് ശ്രദ്ധിച്ചു. കട്ട പിടിച്ചു കിടക്കുന്ന ഇരുട്ട്. ഒരു കരിയില പോലും അലങ്ങുന്നില്ല. അവൻ പെൺകുട്ടിയെ ചുമലിലിട്ടുകൊണ്ട് ഇരുളിൽ മറഞ്ഞു. അല്പദൂരം നടന്നിട്ട് അവൻ എന്തോ ഓർമ്മിച്ചതുപോലെ നിന്നുകൊണ്ട് ചോദിച്ചു, നിന്റെ വസ്ത്രങ്ങൾ എവിടെ? ആ ചെകുത്താൻ വലിച്ചു കീറിക്കളഞ്ഞു. യുവാവ് അവളെ താഴെ ഇറക്കി. അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് കെട്ടിയിട്ടിരിക്കുന്ന വാച്ചറുടെ അടുത്തെത്തി. അയാളുടെ മുണ്ടുരിഞ്ഞ് എടുത്തുകൊണ്ട് പോയി അവൾക്ക് കൊടുത്തു. അവൾ മുലക്കച്ച പോലെ മുണ്ടെടുത്തു. യുവാവ് വീണ്ടും അവളെ കോരിയെടുത്ത് ചുമലിൽ കിടത്തി. റബ്ബർ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ ചോദിച്ചു, നിങ്ങൾ ആരാ? നിന്നെ രക്ഷിക്കാനായി അവതരിച്ച ദൂതൻ. അതെയോ? അവൻ പറഞ്ഞത് അവൾ പൂർണ്ണമായി വിശ്വസിച്ചു. അല്ലെങ്കിൽ ഈച്ച പോലും കിടക്കാത്ത ഇവിടെ അർദ്ധരാത്രിയിൽ ഇങ്ങനെ കടന്നു വരുമോ? നിന്നെ അയാൾ ഉപദ്രവിച്ചോ? എന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയിട്ട് അയാൾ കൈയും കാലും കെട്ടിയിട്ടു. ശബ്ദിച്ച കൊന്നുകളയുമെന്ന് പറഞ്ഞ് റിവോൾവർ എടുത്ത് കാണിച്ചു. എന്നിട്ട് സിഗരറ്റ് കത്തിച്ച് എന്റെ തുടകളിലും മാറത്തും കുത്തി പൊള്ളിച്ചു. ദുഷ്ടൻ! നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴും അവനെ കൊല്ലത്തില്ലായിരുന്നു. മേശപ്പുറത്ത് സിഗരറ്റ് പാക്കറ്റ് കിടപ്പുണ്ടായിരുന്നു. ആരാണ് കൈയും കാലും അഴിച്ചു വിട്ടത്? അയാൾ തന്നെ. ഞാൻ വേദന കൊണ്ട് പൊളയാൻ തുടങ്ങിയപ്പോ അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മദ്യം ഒഴിച്ചു കുടിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് എന്റെ ദേഹത്തേക്ക് ഒഴിക്കും. ഓ, ഇത്ര ക്രൂരനായിരുന്നു ആ ചെന്നായി. എന്നെ ബലാത്കാരം ചെയ്തില്ലല്ലോ? ഇല്ല എന്നാ അവൾ അർദ്ധോക്തിയിൽ പറഞ്ഞു നിർത്തി. പറഞ്ഞോളൂ, നിന്റെ രക്ഷകനോട് പറയാൻ മടിക്കണ്ട. എന്റെ നഗ്നതയിൽ മുഴുവൻ തീപ്പൊള്ളൽ ഏൽപ്പിച്ചു. വേദനയും നീറ്റലും എനിക്ക് സഹിക്കാൻ മേല. ഇനി കുറച്ചു ദൂരം കൂടിയേ നിന്റെ വീട്ടിലേക്കുള്ളൂ. ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന് ഓർത്ത് സമാധാനിക്കൂ. പിന്നെ അവർ ഒന്നും സംസാരിച്ചില്ല. ഇടവഴികളിലൂടെ നടന്ന് ഷൈബിയുടെ വീടിന് എതിർവശത്തുള്ള പുരയിടത്തിൽ അവളെ നിർത്തിയിട്ട് അവൻ ശ്രദ്ധിച്ചു. വീട്ടിൽ ആരൊക്കെയോ വർത്തമാനം പറയുന്നുണ്ട്. അല്പദൂരം കൈപിടിച്ച് നടത്തിയിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു, ഇനി പൊയ്ക്കോളൂ. അവൾ അവന്റെ കയ്യിൽ കടന്നു പിടിച്ച് തപ്പി തടഞ്ഞ് അവന്റെ തല പിടിച്ചു കുനിച്ച് മുഖത്തൊരു ചുംബനം നൽകിയിട്ട് കൃതജ്ഞതയോടെ വീട് ലക്ഷ്യമാക്കി നടന്നു. ഇരുളിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നതും അത് രണ്ടായി പിരിഞ്ഞ് ഒരാൾ വീട്ടിലേക്ക് കയറി പോകുന്നതും മറഞ്ഞു നിന്ന് ഒരു മനുഷ്യൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നടുങ്ങി തെറിച്ചു നിൽക്കുന്ന മാതാപിതാക്കളോട് വിതുമ്പു കണ്ടവൾ പറഞ്ഞു, എന്റെ ശരീരം മുഴുവൻ പൊള്ളലാണ്. എന്ത്? അമ്മ മകളെ താങ്ങി പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അവൾ പുതച്ചിരുന്ന മുണ്ട് അവൾ സാവധാനം എടുത്തു മാറ്റി. എന്റെ കർത്താവേ! അവർ നെഞ്ചത്തടിച്ചുകൊണ്ട് വിലപിച്ചു. എന്താടി ശോശാമേ? ഉൾക്കിടിലത്തോടെ വർക്കി വിളിച്ചു ചോദിച്ചു. പെണ്ണിന്റെ ദേഹം മുഴുവൻ പൊള്ളി കൊടുന്നിരിക്കുകയാണ്. അവർ മകളെ വീണ്ടും പുതപ്പിച്ചു. ഇതെങ്ങനെ പറ്റിയതാണ് മോളെ? മുതലാളി സിഗരറ്റ് കൊണ്ട് തീ പൊള്ളിച്ചതാണമ്മേ. അവനെ ഇന്ന് ഞാൻ കൊല്ലും. വെട്ടുകത്തി എവിടെയാടി? വർക്കി സമനില തെറ്റിയനെ പോലെ ഉറക്കെ വിളിച്ചു ചോദിച്ചുകൊണ്ട് മുറിക്കുള്ളിലേക്ക് ചാടിക്കയറി. അച്ചാച്ചാ! എന്താ മോളെ? നിന്നെ ഉപദ്രവിച്ച ആ പട്ടിയെ കൊല്ലാതെ ഞാൻ അടങ്ങിയിരിക്കില്ല. അയാൾ ഇപ്പൊ മരിച്ചു കാണും. അതെ അച്ചാച്ചാ. നീ അവനെ കൊന്നോ? ഞാനല്ല. പിന്നെ എന്നെ രക്ഷിച്ച ആൾ ആ വീട് രക്തക്കളമാക്കിയതിനു ശേഷമാണ് എന്നെയും കൊണ്ട് പുറത്തു കടന്നത്. ആരാണ് മോളെ നിന്നെ രക്ഷിച്ചത്? അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടെ? ആരാണെന്ന് ഞാൻ ചോദിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞില്ല. ഒരു ചെറുപ്പക്കാരനാണ്. കുറ്റിത്താടിയും തൊപ്പിയും
പാന്റും ഷർട്ടും പിന്നെ ഒരു റിവോൾവറും അയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഒടുവിലാണ് എന്നെ രക്ഷിക്കാൻ എത്തിയ ആളാണെന്ന് മനസ്സിലായത്. എന്റെ കർത്താവേ, ആ മനുഷ്യൻ ഗബ്രിയേൽ ദൂതനായിരിക്കും മകളെ. യഹോവയുടെ കൈകൾ വീര്യം പ്രവർത്തിക്കുമെന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, അവളുടെ അമ്മ പറഞ്ഞു. ഈ മുണ്ട് എവിടെ നിന്ന് കിട്ടി? മറ്റൊരാളുടെ അഴിച്ചെടുത്തതാണ്. ഇനി അവർ വല്ലതും? പതുക്കെ ശോശാമ്മ ചോദിച്ചു. ഇല്ല, പൊള്ളിച്ചതേ ഉള്ളൂ. കർത്താവേ, ഇതെന്തൊരു ഭ്രാന്തായിരുന്നു, അവർ ഭർത്താവിനോടായി പറഞ്ഞു. കേട്ടോ, ഇങ്ങനെ നിന്നാ മതിയോ? ഇവിടെ ആശുപത്രി കൊണ്ടുപോണ്ടേ? എങ്ങനെ കൊണ്ടുപോകും? ഒരു വണ്ടി പോലും ഈ പ്രദേശത്തില്ല. കരാട്ടെ കുഞ്ഞുമോന് സൈക്കിളുണ്ട്, അവനോട് ചെന്ന് വിവരം പറ. വർക്കി വിളക്കുമായി കുഞ്ഞുമോന്റെ വീട്ടിലേക്ക് ഓടി. അപ്പോൾ വർക്കിയുടെ മനസ്സിൽ മകൾ പറഞ്ഞ വാചകങ്ങൾ നുരഞ്ഞു പൊങ്ങി വന്നു. അവളെ രക്ഷിച്ച ചെറുപ്പക്കാരന് കുറ്റിത്താടിയും തൊപ്പിയും ഉണ്ടായിരുന്നു പോലും. അവൾ പറഞ്ഞയാൾ കുഞ്ഞുമോൻ തന്നെയല്ലേ? തന്റെ മകളെ രക്ഷിക്കാനായി ഫ്രാൻസിസ് മുതലാളിയുമായി അവൻ മല്ലിട്ടതിന്റെ രഹസ്യം എന്തായിരിക്കും? ഷൈബിയും കുഞ്ഞുമോനും തമ്മിൽ അടുപ്പമാണോ? ടാപ്പിംഗ് തൊഴിലാളിയായ കുഞ്ഞുമോന് എന്റെ മകളുമായി ബന്ധമുണ്ടെന്നോ? ഇല്ല, അത് നടക്കില്ല. പെട്ടെന്ന് വർക്കി നിന്നു. തിരികെ പോയാലോ എന്ന് വരെ അയാൾ ചിന്തിച്ചു. എങ്കിലും അയാൾ മുമ്പോട്ട് നടന്നു. ഈ സമയത്ത് സഹായമാണ് ആവശ്യം. ഷൈബി സുഖം പ്രാപിച്ചു കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും വഴിപോലെ പറഞ്ഞു മനസ്സിലാക്കാം. മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവളെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിടണം. ഗൾഫുകാരൻ വന്ന് പെണ്ണ് കണ്ടു പോയിരിക്കുകയാണ്. അപ്പോഴാണ് അവളുടെ ഒരു നശിച്ച പ്രേമം. പല്ലുകൾ ഞെറുമിക്കൊണ്ട് അയാൾ നടന്ന് കരാട്ടെ കുഞ്ഞുമോന്റെ വീട്ടിലെത്തി. വിവരം അറിഞ്ഞയുടൻ കുഞ്ഞുമോനും അവന്റെ അപ്പനും അയാളോടൊപ്പം തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞുമോൻ പറഞ്ഞു, ആദ്യം ഒരു ഡോക്ടറെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. എങ്ങനെ കൊണ്ടുപോകും? ഇവക്കൊരു ചുവട് നടക്കാൻ മേല, ശോശാമ്മ പറഞ്ഞു. സാരമില്ല, സൈക്കിളിന്റെ കാരിയറിൽ ഇരുത്തിക്കൊണ്ടു പോകാം. പെട്ടിക്കുള്ളിൽ നിന്ന് അയഞ്ഞ മാക്സി എടുത്ത് ഷൈബിയെ ധരിപ്പിച്ചു. അവിടെ സൈക്കിളിന്റെ കാരിയറിൽ ഇരുത്തിക്കൊണ്ടവൻ 1 കിലോമീറ്റർ അകലെയുള്ള ലേഡി ഡോക്ടറുടെ വീട്ടിലെത്തി. എന്തു പറ്റിയതാണ്? ഡോക്ടർ ചോദിച്ചു. തീ പൊള്ളിയതാണ്. അവളെ കൺസൾട്ടിംഗ് റൂമിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി. എവിടെയാണ് പൊള്ളലേറ്റത്? ശരീരം മുഴുവനുമുണ്ട്. ശരീരം മുഴുവനും പൊള്ളലോ? കാണട്ടെ. അവൾ മാക്സി മേപ്പോട്ടുരുത്തി. ഏ, വസൂരിക്കുത്തുകൾ പഴുത്തതുപോലുണ്ടല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ഫ്രാൻസിസ് മുതലാളി തീ കൊണ്ട് പൊള്ളിച്ചതാണ്. ഫ്രാൻസിസ് മുതലാളി തീ കൊണ്ട് പൊള്ളിച്ചതാണെന്നോ? അവർ മാക്സി കുറച്ചുകൂടി മേൽപോട്ടുയർത്തി ശരീരം മുഴുവൻ കണ്ടിട്ട് പറഞ്ഞു. ഇത് പോലീസ് കേസാണ്. നിന്നെ ഞാൻ രഹസ്യമായി ചികിത്സിച്ച അയാൾ കേസിൽ നിന്ന് രക്ഷപ്പെടും. പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോയിക്കോളൂ. ഡോക്ടർ അവളെയും കൊണ്ട് കൺസൾട്ടിംഗ് റൂമിന് പുറത്തിറങ്ങിയിട്ട് വർക്കിയോട് പറഞ്ഞു. ഇവളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതാ നല്ലത്, അല്ലെങ്കിൽ കേസ് ഇല്ലാതെയാകും. ഈ സമയത്ത് ഞങ്ങൾ എങ്ങനെ ആശുപത്രിയിലേക്ക് പോകും? എന്റെ കാറിൽ കൊണ്ടുപോയി വിടാം. അവർ തന്റെ ഭർത്താവിനോട് വിവരം പറഞ്ഞു. ലേഡി ഡോക്ടറുടെ ഭർത്താവ് നഗരത്തിലെ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം സിറ്റ് ഔട്ടിൽ ഒരു കസേരയിൽ ഇരുന്നിട്ട് ഷൈബിയുടെ അച്ഛനോട് ചോദിച്ചു, ഫ്രാൻസിസ് മുതലാളിയുടെ കയ്യിൽ നിന്നും എങ്ങനെയാണ് ഇവളെ രക്ഷിച്ചത്? അടുത്ത് നിൽക്കുന്ന കുഞ്ഞുമോനെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു, ആരോ രക്ഷിച്ചതാണ് സാറേ. ആരാണെന്ന് ഇവക്ക് അറിഞ്ഞുകൂടാ. മുതലാളി എവിടെ? അയാളുമായി ഏറ്റുമുട്ടൽ നടന്നുവെന്നാണ് ഇവള് പറയുന്നത്. ഏതായാലും ആശുപത്രിയിലേക്ക് തന്നെ പോകാം. എല്ലാവരും കാറിൽ കയറി. ജില്ലാ ആശുപത്രിയിൽ എത്തിയ ഉടനെ പോലീസിനെ വരുത്തി ഷൈബിയുടെ മൊഴിയെടുത്തു. അവളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. പോലീസ് ഉടൻ തന്നെ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. സബ് ഇൻസ്പെക്ടർ പ്രഭാകരൻ ആശുപത്രിയിൽ പാഞ്ഞെത്തി. അദ്ദേഹം അവളെ ചോദ്യം ചെയ്തു. ഗുരുതരമായ സംഭവങ്ങൾ എസ്റ്റേറ്റിൽ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സ്റ്റേഷനിൽ തിരിച്ചെത്തിയ ഉടനെ അദ്ദേഹം വയർലെസ്സിൽ കൂടി സർക്കിൾ ഇൻസ്പെക്ടർ നരേന്ദ്രനുമായി സംസാരിച്ചു. ഷൈബയുടെ രക്ഷപ്പെടലും പോലീസ് ജീപ്പിന് നേരെയുണ്ടായ ആക്രമണവും തുടർന്ന് റിവോൾവർ മാത്രം തട്ടിയെടുത്തുകൊണ്ട് അക്രമി രക്ഷപ്പെട്ട സംഭവം തമ്മിൽ ബന്ധമുണ്ടെന്ന് അവർ അനുമാനിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ നരേന്ദ്രൻ സബ് ഇൻസ്പെക്ടറോടൊപ്പം ആശുപത്രിയിലെത്തി. ഷൈബിയെ സർക്കിൾ ഇൻസ്പെക്ടർ ചോദ്യം ചെയ്തു. അപ്പോഴേക്കും നേരം വെളുത്തു തുടങ്ങിയിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും അടങ്ങുന്ന ഒരു ടീം എസ്റ്റേറ്റ് ലക്ഷ്യമാക്കി കുതിച്ചു. അവർ ഫ്രാൻസിസ് മുതലാളിയുടെ ബംഗ്ലാവിന്റെ പടിക്കൽ എത്തിയപ്പോൾ പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ റബ്ബർ ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുതുള്ളികളെ നക്കി തുടയ്ക്കാൻ തുടങ്ങുകയായിരുന്നു. വാച്ചർ ഗേറ്റ് തുറക്കാൻ വിസമ്മതിച്ചപ്പോ സബ് ഇൻസ്പെക്ടർ ഗേറ്റിന്റെ കമ്പിയഴികൾ കൂടി കൈയിട്ട് അയാളെ കടന്നു പിടിച്ചതിനു ശേഷം ഒരു പോലീസുകാരനോട് ഗേറ്റ് ചാടിക്കടന്ന് തുറക്കാൻ ആജ്ഞാപിച്ചു. ഉടൻ തന്നെ 2 പോലീസുകാർ ഗേറ്റിന്റെ അഴികളിൽ ചവിട്ടി കയറി മറുവശത്ത് ഇറങ്ങിയതിനു ശേഷം ഗേറ്റ് തുറന്നു. ജീപ്പ് ഗേറ്റിനുള്ളിലേക്ക് കടന്നു. ബംഗ്ലാവിന്റെ മുറ്റത്ത് ജീപ്പ് ചവിട്ടി നിർത്തി. സബ് ഇൻസ്പെക്ടറും സർക്കിൾ ഇൻസ്പെക്ടറും ജീപ്പിൽ നിന്നും ചാടിയിറങ്ങി. വാഹനത്തിന്റെ എരുപ്പിൽ കേട്ട് ഒരു പരിചാരകൻ വന്ന് വാതിൽ തുറന്നു. ഫ്രാൻസിസ് മുതലാളി ഉണ്ടോ? ഇല്ല,
എവിടെ പോയി? അറിഞ്ഞൂടാ. മുതലാളിയുടെ ഭാര്യ ഉണ്ടോ? ഉണ്ട്. വിളിക്കൂ. അയാൾ അകത്തേക്ക് പോയി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 40 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഫ്രാൻസിസ് മുതലാളിയുടെ ഭാര്യയല്ലേ? അതെ. ഞങ്ങൾ രാത്രിയിൽ ഇവിടെ വന്നിരുന്നു. മുതലാളി തിരിച്ചെത്തിയോ? ഇല്ല. എവിടെയാണ് ആൾ താമസമില്ലാത്ത നിങ്ങളുടെ മറ്റൊരു വീട്? 2-ാം തോട്ടത്തിന്റെ കിഴക്കേ അറ്റത്താണ്. 4 പോലീസുകാരെ ബംഗ്ലാവിന് ചുറ്റും കാവൽ നിർത്തിയിട്ട് സബ് ഇൻസ്പെക്ടറും സർക്കിൾ ഇൻസ്പെക്ടറും 2 പോലീസുകാരോടൊപ്പം ജീപ്പിൽ കയറി എസ്റ്റേറ്റിന്റെ കിഴക്കേ അറ്റത്തെത്തി. ജീപ്പ് തോട്ടത്തിലുള്ള വഴിയിൽ കൂടി ഓടിച്ച് മുറ്റത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഭയാനകമായ ആ കാഴ്ച അവർ കണ്ടു. ഒരാളെ റബ്ബർ മരത്തിൽ പിടിച്ചു കെട്ടിയിരിക്കുന്നു. തല ചരിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആൾ മരിച്ചു കഴിഞ്ഞുവെന്ന് അവർ ഊഹിച്ചു. ജീപ്പ് നിർത്തിയിട്ട് അവർ ഇറങ്ങി നോക്കി. കഴുത്തിൽ നിന്നും ചീറ്റിയ രക്തം കരിയിലകളിൽ തെറിച്ചു വീണു ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവൻ വാച്ചറായിരിക്കും, സർക്കിൾ ഇൻസ്പെക്ടർ അഭിപ്രായപ്പെട്ടു. അവർ വീടിന്റെ സിറ്റ് ഔട്ടിൽ കയറി. അപ്പോ മുറിക്കുള്ളിൽ നിശ്ചലനായി ഒരാൾ കമിഴ്ന്നു കിടക്കുന്നത് അവർ കണ്ടു. മൊസൈക്ക് തറയിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നു. പോലീസുകാർ ആ മനുഷ്യനെ മലർത്തി കിടത്തി. ഇയാളാണ് ഫ്രാൻസിസ്, സബ് ഇൻസ്പെക്ടർ പറഞ്ഞിട്ട് ഫ്രാൻസിസ് മുതലാളിയുടെ നാഡി പരിശോധിച്ചു. മന്ദഗതിയിൽ നാഡീസ്പന്ദനം ഉണ്ടായിരുന്നു. ഇയാൾ മരിച്ചിട്ടില്ല സർ. എങ്കിൽ വേഗമെടുത്ത് ജീപ്പിൽ കിടത്ത്. 2 പോലീസുകാരും സബ് ഇൻസ്പെക്ടറും ചേർന്ന് ഫ്രാൻസിസ് മുതലാളിയെ പൊക്കിയെടുത്തു. ഈ സമയം മറ്റൊരു ജീപ്പ് പോലീസ് ജീപ്പിന് പിന്നിൽ വന്നു നിന്നു. ജീപ്പിൽ നിന്നും ഇറങ്ങിയ ചെറുപ്പക്കാരൻ ഇരട്ടക്കുഴൽ തോക്കെടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. ഫ്രാൻസിസ് മുതലാളിയും പൊക്കിയെടുത്തുകൊണ്ട് ഇറങ്ങി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേർക്ക് അവൻ ഇരട്ടക്കുഴൽ തോക്കിന്റെ ബാരൽ ചൂണ്ടിപ്പിടിച്ചു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.